ഒരു പന്തത്തിലേക്കാണ് ഞാൻ ആവാഹിക്കാൻ നോക്കുന്നത്. പന്തം കത്തിച്ച് മുന്നിൽ പിടിച്ചിട്ടോ ഈ കൊച്ചി കയറി ആ പന്തത്തിലെ പിടിച്ചു. ഈ 5 വിരലിന്റെയും ഉള്ളിൽ കൂടെ തീ കത്തുക. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എങ്ങനെ പറ്റിക്കാം കാര്യം. അന്നിപ്പോ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും പറ്റിപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാധിച്ച ഒരാൾ, അതായത് ഈ പ്രേതബാധ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ ഒരാൾ വിളക്കിലേക്ക് നമ്മുടെ ദേവതയെ വായിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതൊക്കെ ചെയ്തു, ദേവതയ്ക്കുള്ള പടുക്കിയൊക്കെ വെച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധയല്ല, വേറെ എന്തോ പ്രശ്നം. ഈ കൊച്ചിന് മാനസികവുമല്ല. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ബോധിത എൻലൈറ്റ്മെന്റ് സ്പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ദിബു സ്വാമി. സ്വാമി, വെൽക്കം ടു ബോധിത എൻലൈറ്റ്മെന്റ് സ്പേസ്. നമസ്കാരം. നമ്മള് നല്ല ഭംഗിയുള്ള കുറച്ച് എപ്പിസോഡൊക്കെ എടുത്തായിരുന്നു. ഇനിയിപ്പോ ഇതൊരു ഓണമാണ് വരുന്നത്. ഓണം പ്രമാണിച്ച് ഉള്ളൊരു എപ്പിസോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. പക്ഷെ എനിക്കുള്ള കുറേ സംശയങ്ങളുണ്ട്. പ്രേതം ഉണ്ടോ ശരിക്കും? പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പ്രേതം എന്തായാലും വേണ്ടേ? എങ്കിലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ഇപ്പം ഇരുട്ടില് പ്രേതം വരും, അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രേതം വരും, ഉച്ച സമയത്ത് പ്രേതം വരും, വെള്ളിയാഴ്ച പ്രേതം വരും. ഇങ്ങനെ കുറെ മിഥ്യാധാരണകളാണോ അതോ ശരിക്കും ഉള്ളതാണ്? പ്രേതം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വെള്ള സാരി ഉടുത്ത് പല്ലൊക്കെ നീട്ടി കണ്ണൊക്കെ എഴുതി വരുന്ന ഒരു സാധനമല്ല പ്രേതം. ഇത് ഒരു നമ്മൾ പോലും അറിയാത്ത, അതായത് നമ്മുടെ മൈൻഡിൽ ചില സമയത്ത് നമുക്ക് എന്താ പറയാ, ചില സമയത്ത് ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മളല്ലാതെ പെരുമാറുന്ന ഒരു അവസ്ഥ അല്ലേ, ആ ഒരു അവസ്ഥനെ നമുക്ക് പ്രേതത്തിനോട് ഓർമ്മിക്കാൻ പറ്റും. നമ്മള് അത് സൈക്കാട്രിക് ആയിട്ട് അതും ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതിലൂടെയും ഈ പ്രേതത്തിനെ തന്നെ ചില സമയത്ത് മാറ്റാറുണ്ട്. എന്നാൽ അതിൽ മാറാത്ത ചില പ്രേതങ്ങളുണ്ട്. അതായത് നമ്മളുടെ തോന്നലുകളാണ് കൂടുതലും ഈ പ്രശ്നം. എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യ ഭർത്താവ് ആയിട്ടുള്ളൊരു കപ്പിൾസ്. അപ്പൊ അവര് എന്നെ വിളിച്ചു. ഇതേമാതിരി അവരുടെ അമ്മയാണ് എന്നെ വിളിച്ചത്, ഈ പെങ്കൊച്ചിന്റെ. അപ്പൊ ഈ കൊച്ചിനെ നോക്കി പ്രശ്നമാണ്, ആകെ വിഷയമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ കാണുന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഇന്നിപ്പോൾ എനിക്ക് ഒഴിവില്ല, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് അവർ പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്, അപ്പോൾ സ്വാമി എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, എത്ര മണിക്കാണ് നിങ്ങൾ ജോലിക്ക് പോയല്ലോ? ഞാൻ ഒരു 4:30-5 മണിയാകുമ്പോഴത്തേക്കും വരാം. പറഞ്ഞു, ആ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചിട്ടേക്കണം, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചൊന്നും നോക്കണ്ട, ഞാൻ വരും, ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോകുന്നതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു രീതിക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പം എന്താ പറയുക, നായായി വേഷം കെട്ടിയാൽ കുറയ്ക്കണം എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ രീതിക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പം അതൊക്കെ ചെയ്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കൊച്ച് മുറ്റത്ത് നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് കഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ കൊച്ച് എന്നെ കണ്ടപ്പോൾ തന്നെ, വരൂ കയറിയിരിക്കൂ, എന്താ നിങ്ങൾ പുറത്ത് നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേ കാര്യം കത്തി. കാരണം അത് ബാധയല്ല എന്ന് ഉറപ്പാണ്. കാരണം ബാധിച്ച ഒരാൾ, അതായത് ഈ പ്രേതബാധ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ ഒരാൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം കാവ്യ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, എൻ്റെ കണ്ണിലൊക്കെ ചില കളറിനൊരു പ്രശ്നം, കുറെ നേരം എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ദേഹത്ത് ചില മൂർത്തിഭാവങ്ങളെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ ചോദിക്കും, പിന്നെ മൂർത്തി, അവൻ്റെ ഇഷ്ടം, ഇത് എൻ്റെ അനുഭവം. അപ്പൊ ആ അനുഭവത്തിൽ ഞാൻ ഈ മൂർത്തിഭാവങ്ങളെയൊക്കെ ഞാൻ ഇങ്ങനെ ഇറക്കി നോക്കുന്നുണ്ട്. ഈ കൊച്ചിന് യാതൊരു മാറ്റവും വരുന്നില്ല. അവൾ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, ഇത് ബാധയല്ല, വേറെ എന്തോ പ്രശ്നം. അപ്പൊ ഈ കൊച്ചിന് മാനസികവുമല്ല. മാനസികമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ, ആ കൊച്ചിന് ബാക്കിയുള്ള ആളുകളെ മനസ്സിലാവുന്നുണ്ട്, അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മളെ ഇത്രയും കാലത്തെ പ്രവൃത്തി കൊണ്ട് നമുക്കൊരു അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ അനുഭവം വെച്ചിട്ടാണ് നമ്മളത് നോക്കിയത്. അപ്പൊ നോക്കിയപ്പോൾ അത് ഒരു ലക്ഷ്യം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് അവരോട് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവരുടെ അമ്മ വന്നത്. അമ്മ വന്നു. അപ്പോൾ കണ്ടു, നമസ്കാരമൊക്കെ പറഞ്ഞു. ചായ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചായ ഒന്നും ഇപ്പം എടുക്കണ്ട, നോക്കട്ടെ പറഞ്ഞു. വിളക്കെടുത്ത് വെക്കാൻ പറഞ്ഞു. വിളക്കെടുത്ത് വെച്ച് അവരെ കൊണ്ട് തന്നെ കത്തിച്ചു. അവർ കത്തിച്ചു. പിന്നെ അതിന് ശേഷം വിളക്കിലേക്ക് നമ്മുടെ ദേവതയെ വായിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അതൊക്കെ ചെയ്തു. ദേവതയ്ക്കുള്ള പടുക്കിയൊക്കെ വെച്ചു. പടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൂജാ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചു, നേദ്യം വെക്കാന്ന് പറഞ്ഞു. അതൊക്കെ വെച്ചു.
അത് വെച്ച് കഴിഞ്ഞപ്പോഴും മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഇത് വേറെ പ്രശ്നമൊന്നുമല്ല, ആ വീട്ടിനൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് ചുമ്മാ ഒരു ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും, വലിയ പണിയുള്ള കാര്യവുമല്ല. കയറി വന്ന അപ്പുറത്തെ വീട്ടിലെവിടെയും പോയി കണ്ടൊന്നും മേടിച്ചുകൊണ്ട് വരേണ്ട കാര്യമുള്ളൂ. ഒരു ഇല്ലിക്കണിയോ അല്ലെങ്കിൽ ഒരു കരിമ്പ്, നായ്ക്കരിമ്പ് എന്ന് പറയും, അങ്ങനത്തെ ഒരു ചെടീന്റെ കഷ്ണം കൊണ്ടുവന്ന് നട്ടാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവില്ല, ഈ കൊച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അവര് പറയുന്ന പ്രശ്നം എന്തായിരുന്നു? അവര് പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാല്, ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ട കല്യാണമല്ല നടത്തി കൊടുത്തത്. അതുകൊണ്ട് അവനോടുള്ള ദേഷ്യം ഈ ഒപ്പമുള്ള ജീവിതം ഒഴിവാക്കാൻ വേണ്ടി കൊച്ചു കണ്ടുപിടിച്ചൊരു വഴി മാത്രമാണ്. എങ്ങനെയുണ്ട്? ആ അമ്മ കിടന്നു കഴിഞ്ഞിട്ട് നെഞ്ഞും തല്ലി കരയുണ്ട്. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഈ കൊച്ചായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കണമെന്ന്. എന്തെങ്കിലും വല്ലാതെ അച്ചിവിളി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോർ തള്ളി തുറന്ന് കയറാം, ഞാൻ ലോക്ക് ചെയ്യൊന്നുമില്ല, ഡോറിന്റെ അടുത്ത് വന്ന് എന്താ പറയുന്നതെന്ന് കേൾക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതമാണ്, വെറുതെ നമ്മളെ നശിപ്പിക്കണ്ടല്ലോ. അവിടുത്തെ ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ പ്രശ്നം, എന്താ, എനിക്ക് ബാധയാണ് ഞാൻ നിൽക്കുന്നത്, ഈ അതൊക്കെ വിട്, കാര്യം പറയാറ്. അപ്പോൾ അവള് ആദ്യമൊന്നും പറഞ്ഞില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഇനി ബാധ ഇറക്കുന്നൊരു പണിയുണ്ട്, നല്ല ചൂരിൽ വെച്ചിട്ട് അടിക്കാൻ പറ്റും, എൻ്റെ ബാഗിൽ കിടപ്പുണ്ട്, അത് ഞാൻ എടുക്കണോ ചോദിച്ചു. അതിങ്ങനെ ഇറക്കി കാണിച്ചു തരട്ടെ ചോദിച്ചു. അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിക്കും, കയ്യിൽ വെച്ച് ഇത് കർപ്പൂരം കത്തിക്കുക, അതിൽ തീപ്പൊള്ളിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കണോ ചോദിച്ചു. അപ്പം പിന്നെ അവള് പറഞ്ഞു, സ്വാമി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലിലൊറ്റ വീഴ്ചയും കാണിച്ചു. ചോദിച്ചാൽ എന്താ കാര്യം പറ. കാരണം എന്നോട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഭർത്താവ്. ഞാൻ ചോദിച്ചു, അണക്കത് ആദ്യം പറഞ്ഞൂടെ, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകണം എന്തിനാ, അവൻ്റെ ജീവിതം കൂടി നീ ഇല്ലാണ്ടേക്കില്ലേ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നുകിൽ അവനോട് തുറന്നു പറയാം, എന്നിട്ട് 2,000 എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കല്യാണം കഴിക്കുക. അതല്ലാതെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെയും അവൻ്റെയും ജീവിതം പോകും. വെറുതെ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ നിൽക്കണ്ട, അതവിടെ വെച്ച് നിർത്തിക്കോ. ഇപ്പം ഞാൻ അവരോട് പറയുന്നത് എന്താ വെച്ചാൽ, നിന്റെ ബാധയെ ഞാൻ ഇറക്കിന്നേ പറയുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തീരുമാനിച്ചോളണം കേട്ടോ. അപ്പം ഇതിന് മറ്റുള്ള കർമ്മങ്ങൾക്ക് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വഴിപാട് നിങ്ങൾ അവിടേക്ക് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു, ഒരു ആടിനെ തരാമെന്നുള്ളത് അവര് തന്നെ പറയുകയും ചെയ്തു. അപ്പൊ തന്നെ ആ വീടിന്റെ മുന്നിലേക്ക് ഒരു ആട്ടിൻകുട്ടി ചാടി വരിക ചെയ്തത്. ആടിനെ വളർത്തുന്ന ആളുകളുണ്ട് ചുറ്റും. ഈ ആടിന്റെ കരച്ചിൽ ഞാൻ വന്നപ്പോഴേ കേൾക്കുന്നുണ്ട്, ഒരു കറുത്ത. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറുപ്പ് തന്നെ ആക്കിക്കോളണം കേട്ടോ എന്ന് പറഞ്ഞു. ഓ അത് തന്നെ തരാമെന്ന് പറഞ്ഞു. കാര്യം നടന്നിട്ട് പിന്നെ ആ വഴിക്ക് അവർ വന്നിട്ടില്ല. പിന്നീട് അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അവര് മോനും മരുമകളും കൂടി പോണ വഴിക്ക് ആക്സിഡന്റ് ആയി, പ്രശ്നമായി, വലിയ വിഷയങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നു, അവസാനം സാഷ്ടാംഗം പറഞ്ഞു. അവർ 1000 രൂപ ആടിനെന്നും പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോയി. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു, ശരി അങ്ങനെ ആയിക്കോട്ടെ, അല്ലാണ്ട് നമുക്ക് ചോദിച്ചു മേടിക്കാൻ പറ്റില്ല അതൊന്നും. വഴിപാടുകളൊന്നും ചോദിച്ചു മേടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇന്ന് വരെ ഞാൻ ദക്ഷിണ പോലും ചോദിച്ചു മേടിക്കാത്ത ഒരാളാണ്. എന്നെ വിളിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ, എനിക്കും അറിയാം. അപ്പം ആ അവസ്ഥയിൽ നമ്മൾ ഒന്നും ചോദിച്ചു മേടിക്കണോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പൂജൻ്റെത് ഞാൻ മേടിക്കും, കാരണം പൂജ എന്താണെന്നുള്ളത് കണ്ടാലേ അറിയുള്ളൂ. സാധാരണഗതിയിലുള്ള ഒരു പൂജയോ കാര്യങ്ങളോ ഒന്നും അല്ല എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് കാശ് ചിലവുള്ളതാണ്, പക്ഷെ ചെയ്താൽ അതിനുള്ള മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദക്ഷിണയോ വഴിപാടോ അങ്ങനത്തെ ഒന്നും നമുക്ക് ചോദിച്ചു മേടിക്കാൻ പാടില്ല, അതൊക്കെ ദേവതയ്ക്കുള്ളതാണ്. അത് അവർ തന്നെ ചോദിച്ചു മേടിച്ചോളും. ഇപ്പോഴും അവിടുത്തെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. വഴിപാടുകളും ഇതൊക്കെ അത് ഏത് ക്ഷേത്രത്തിലായാലും കേട്ടോ, അവിടേക്ക് എന്നല്ല, നിങ്ങൾ എവിടേക്കാണെങ്കിലും. ഇപ്പൊ ചിലരൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എന്തെങ്കിലും വേഗം നേർച്ചയാ, എന്നിട്ട് ആ വഴിക്ക് പോകത്തുമില്ല. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ എങ്ങനെ പറ്റിക്കുക എന്നുള്ളതാണ് കാര്യം. ഇന്നിപ്പോ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും പറ്റിപ്പായി മാറിക്കൊണ്ടിരിക്കുക. അവരെയും പറ്റിക്കപ്പെടുന്നുണ്ട്, ഇല്ലാന്നല്ല. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന പലരും പറഞ്ഞു, ഞങ്ങൾ അത്ര ലക്ഷം കൊടുത്തു, ഇത്ര ആയിരങ്ങൾ കൊടുത്തു, എന്നിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വന്ന ആളുകളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഇതുവരെ 100% വിജയിക്കും എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്താ പറയാ, 99% വിജയിച്ചിട്ടുണ്ട്. പ്രേതം ശരിക്കുള്ള പ്രേതത്തിനെ അപ്പൊ കണ്ടിട്ടുണ്ടോ, പിടിച്ചിട്ടുണ്ടോ ചേട്ടൻ? ശരിക്കുള്ള പ്രേതത്തിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിച്ച അവസ്ഥ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആലപ്പുഴ പൊടിയാടി എന്ന് പറഞ്ഞ സ്ഥലം അറിയാം, കേട്ടിട്ടുണ്ടോ? പൊടിയാടിയിൽ നമ്മൾ അറിയുന്ന ഒരു പയ്യന്റെ അനിയത്തിക്കാണ് ഈ പ്രശ്നം വന്നത്. അവളുടെ വീട്ടില് വെറുതെ സൗണ്ട് അങ്ങോട്ട് കയറ്റും, നമ്മൾ യാർപ്പ് എന്ന് പറയില്ലേ, വെറുതെ ആർത്തോണ്ടിരിക്കുക. അപ്പൊ അവര് അവിടെ അടുത്താണ് പനയനാർക്കാവ് എന്ന് പറയുന്നത്, വലിയ പനയനാർക്കാവ് എന്ന് പറയും. അവിടെ പോയപ്പോൾ അവിടെ നിന്ന് ആ കൊച്ചിന് വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും തുടങ്ങി.
അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം അവരൊരു ചരട് കെട്ടി കൊടുത്തു. ആ ചരട് അവള് കടിച്ചു പൊട്ടിക്കുക എന്തൊക്കെയോ ചെയ്തു മാറ്റി അവിടെ പിടിച്ചു നിർത്താൻ, അതായത് ഒരു 5-6 ആള് പിടിച്ചാൽ ഒരു 22 വയസ്സായ ഒരു കൊച്ചിനെ നിർത്താൻ പറ്റുന്നില്ല. എന്നാൽ ആരോഗ്യം കൊണ്ട് അത്ര ഇതുള്ള ആളും അല്ല. അപ്പൊ പട്ടിണി കിടന്ന് ജീവിച്ച ശീലമാണ്, കാരണം ആ ഒരു ആരോഗ്യമുള്ളൂ ആ കൊച്ചിന്. പക്ഷെ ഇവള് 5-6 ആൾക്കാർ പിടിച്ചിട്ട് നിൽക്കുന്നില്ല, അവളുടെ മാമിമാരും ഒക്കെ പാടെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അങ്ങനെയാണ് അവര് അവിടെ അടുത്ത് മറ്റം മഹാദേവൻ എന്ന് പറയും, മറ്റം മഹാദേവ അവിടെയും കൊണ്ടുപോയി. അവിടുന്ന് മാറ്റമില്ല. അവിടുന്ന് നമ്മുടെ അവിടെ അടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്, അവിടെ കൊണ്ടുപോയി അവിടുന്ന് ഉദയമാരി ചരട് കെട്ടിക്കൊടുത്തു. അവിടുന്ന് വീട്ടിലെത്തിയപ്പോൾ വീണ്ടും തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അവൻ എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ വന്നൊന്ന് വീഡിയോ കോളിൽ വരണം. സ്പോട്ടിൽ വീഡിയോ കോളിൽ വന്നു. അപ്പോൾ ആ കൊച്ച് എന്നെ കണ്ടപാടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. നീ ആരാടാ, നീ എന്താടാ എന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാ, ഞാൻ അങ്ങനെ ആളാ, നമുക്കിപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ അതിലൊരു ബാധിച്ചൊരവസ്ഥ ഉണ്ട്. ഇല്ല ഇറങ്ങൂല, നീ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ വീട്ടിലായിരുന്നില്ല. നേരെ വീട്ടിൽ കയറി അവിടുന്ന് വിളക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞാൽ അവളെ വിളിച്ചു, ഈ പയ്യനെ വിളിച്ചു, എടാ വീഡിയോ കോൾ ഉള്ളത്. അങ്ങനെ അവിടുന്ന് ഇവള് ആകെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്, വീഡിയോ കോൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ട് തന്നെ. അപ്പൊ അത് സംസാരിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം കൊച്ച് അവിടെ വീണ് അവിടുന്ന് പിടിച്ച് കിടത്തി. അപ്പം എന്നോട് ചോദിച്ചു എന്താ ചെയ്യാ സ്വാമി? വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു സ്വാമി അവിടേക്ക് വരാനിപ്പോ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടുന്ന് അവിടെ എത്താനുള്ള പെട്രോളിന്റെ കാശ് അത് നീ നോക്കണം. കാരണം എനിക്ക് കൊണ്ടുവരാനുള്ളത് ചെറിയ 1-2 ശൂലങ്ങളും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ബസ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഷയം, കാരണം മാരകായുധം കൊണ്ടുപോയി എന്നുള്ള പേരാവും, വെറുതെ എന്തിനാ ഞാൻ ജയിലിൽ പോണേ. അപ്പൊ അതുകൊണ്ട് അത് എൻ്റെ വണ്ടിയിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പെട്രോളിന്റെ കാശ് നീ നോക്കണം, എനിക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം, അതിനുള്ള സൗകര്യം ചെയ്യണം എന്നാണ്. ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രാത്രി ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. അവിടുന്ന് അപ്പം തന്നെ വണ്ടി എടുത്തു. ഞാൻ അവിടെ പനയനാർക്കാവിൽ കയറി, അവിടെ നടയടച്ചിട്ടിരിക്കുകയാണ്. അപ്പം അവൻ്റെ പുറത്ത് നിന്ന് തൊഴുത് അവിടെ വണ്ണാരം ചാർത്തിയ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വിളിക്കുന്നു, സ്വാമി എവിടെ എത്തിയെന്ന് വെച്ചിട്ട്. എന്താ കാര്യം എന്താ? കാരണം എനിക്ക് ഇത് എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കുന്നത് ഭയങ്കര ദേഷ്യമുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിന് കുറേ നെഗറ്റീവ് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വരുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്നുള്ളത്. അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പനയനാർക്കാവിലെത്തി. അയ്യോ സ്വാമി ഇവിടെ എത്തിയപ്പോൾ സ്വാമി ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അവൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു അവനോട് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞേക്ക്, അവനെ ഞാൻ തീർത്ത് കളയും, അവനെ വെച്ചേക്കില്ല, അവനെ ഈ തൊടിയിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമാണ്, എന്താ ചെയ്യുക, സ്വാമിക്ക് ബുദ്ധിമുട്ടാവുമോന്ന് വെച്ചു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അവളോട് നീ എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളാൻ പറ, അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ അവിടെ വരുന്നുണ്ട്. അത് ഞാൻ നേരെ അവിടെ പോയി മെനക്കെട്ടും. കാരണം ഒരു ഏകദേശം ഒരു 1:30 സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ 8 മണിയാകുമ്പോഴത്തേക്ക് ആ കുട്ടീനെ ഒഴിവാക്കണം. 8 മണി വരെ ആ കുട്ടീനെ കൊണ്ട് കഴിയാവുന്ന എല്ലാ പരാക്രമവും കുട്ടി ചെയ്തു. അതില് പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്തത്തിലേക്കാണ് ഞാൻ ആവാഹിക്കാൻ നോക്കുന്നത്. പന്തം കത്തിച്ച് മുന്നിൽ പിടിച്ചിട്ടുള്ളൂ, ഈ കൊച്ചു കയറി ആ പന്തത്തിലെ പിടിച്ചു. ഈ 5 വിരലിന്റെയും ഉള്ളിൽ കൂടെ തീ കത്തുകയാണ്. ഇത് വിടിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെനക്കിടാം, കാരണം എനിക്ക് ആ പന്തത്തിന്റെ ചൂട് കൈക്ക് തട്ടുമ്പോൾ പൊള്ളും, കൊച്ചിന് പൊള്ളുന്നില്ല, പിടുത്തം വിടുന്നില്ല അവള്. അതുപോലെ ആ ചെയ്യാൻ പറ്റുന്ന എല്ലാ പണിയും, കാരണം തിരി വെച്ച് ഒഴിയാൻ നോക്കിയപ്പോൾ തിരിയൊക്കെ ഊതി കിടത്തി, പിന്നെ പന്തല്ലാണ്ട് വേറെ നിവർത്തിയില്ല. പക്ഷെ ഈ പന്തം പിടിച്ചിട്ടും ആ കയ്യിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ആ പന്തം ഞാൻ എങ്ങനെയൊക്കെ ഊരി മാറ്റി. അത് കഴിഞ്ഞാൽ ഞാൻ ഈ ചൂരിലെടുത്തിട്ട് കർമ്മം ചെയ്യുന്ന നിലത്തടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ നിലത്തടിച്ചു കഴിഞ്ഞ് ഈ കൊച്ച് കിടന്ന് പൊളയുന്നുണ്ട്. നമ്മളൊരാൾ അടി കിട്ടിയാൽ എങ്ങനെ പൊളയോ അതുപോലെ. അപ്പൊ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഇറങ്ങിക്കോളാമെന്ന് സമ്മതിച്ചു. അതുവരെ ഫൈറ്റ് ചെയ്ത് നിന്നു, അവസാനം ഇറങ്ങിക്കോളാമെന്ന് വെച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആന ഇറങ്ങാൻ പറഞ്ഞു. ആന ഇറങ്ങി. അപ്പം തന്നെ ആ കൊച്ച് വീണു. അപ്പൊ ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ ശരീരം വിട്ടിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനത്തിലേക്കാണ്, ചിലപ്പം എൻ്റെ ശരീരത്തിലുള്ള മാലയിലേക്കോ അല്ലെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്ന രൂപങ്ങളിലേക്കോ എന്തിലേക്കെങ്കിലും ഒക്കെ ആവാഹിക്കുക, അതിലേക്ക് മാറാൻ പറയാം. അപ്പൊ അതിനുള്ള അടയാളം നമുക്ക് കാണിക്കുകയും ചെയ്യും. ചിലപ്പോൾ ആ രൂപത്തിനൊരു ഇളക്കം സംഭവിക്കുക, നമ്മുടെ ശരീരത്തിലേക്കാണെങ്കിൽ നമ്മളിലേക്ക് ഇപ്പോൾ ഒരു കാറ്റടിക്കുന്ന ഫീല് കിട്ടുക, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടാവും. കാറ്റടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തലം ഒരു പ്രത്യേക രീതിയാണ്, അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. നമ്മൾ പെട്ടെന്ന് പേടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ, ആ ഒരു ഫീലായിട്ട് അതിലേക്ക് ഈ കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഈ ഇത് കിട്ടി കഴിഞ്ഞപ്പം അവളോട് ഞാൻ പറഞ്ഞു, ആ കൊച്ചിന് അപ്പത്തേക്ക് ഏകദേശം 8 മണിയായി, രാവിലെ 8 മണി. അപ്പോൾ ആ കൊച്ചിനെ ഒന്ന് കുളിപ്പിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിമാരാ പോയത്, അമ്മയുടെ അനിയത്തി പിന്നെ അവരുടെ കസിനും ഒക്കെ പഴയ പോയത്.
അപ്പം അവര് ബാത്റൂമിൽ നിന്ന് ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ പറഞ്ഞു എനിക്ക് ലേശം വെള്ളം വേണമെന്ന്. അങ്ങനെ വെള്ളം കൊണ്ടു തന്നു. വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഒച്ചയും വിളി. ഞാൻ വിചാരിച്ചു വിളിച്ചു ഇതിപ്പോൾ എന്താ, അവനെ ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ആൻറ്റി ഉണ്ട്, അവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നു. അവിടുന്ന് വന്ന് വീട്ടിൻ്റെ അകത്തുനിന്ന് കച്ചറ. ഞാൻ ഇവനോട് ചോദിച്ചു, സന്ദീപ് എന്നാണ് എൻ്റെ പേര്. അപ്പം അവനോട് ചോദിച്ചു എന്താടാ ഇതെന്താ പ്രശ്നം, എന്താ അതൊക്കെ ഇറങ്ങിയതാണല്ലോ, പിന്നെന്താ പ്രശ്നം, ഞാൻ ഒന്ന് പോയി ഓട്ടെ എന്ന് പറഞ്ഞു കണ്ട് അവനകത്തേക്ക്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ചേട്ടൻ, ഇവൻ്റെ അമ്മയുടെ ഒരു അനിയൻ, ഇവൻ, പിന്നെ അച്ഛൻ്റെ ചേച്ചീൻ്റെ മോൻ, ഇത്രയും ആളുകളാണ് ഈ കുട്ടീനെ ഇറക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ആന്റി പ്രശ്നം ഉണ്ടാക്കിയ എന്താ വെച്ചാൽ കൊച്ചിന്റെ കൈ പൊള്ളിയിട്ടുണ്ട്, പൊക്കള വീണിട്ടുണ്ട്, മേലൊക്കെ ചൂരിലോണ്ട് അടിച്ച പാടുണ്ട്, കാലിന്റെ മുകളിലും പുറത്തൊക്കെ അടിച്ച പാടുണ്ട്. ഇവർക്ക് എങ്ങനെയായാലും എന്നെ പോലീസിലെത്തിക്കും. പറ്റില്ലേ? അന്നാണെങ്കിൽ കൊച്ചുങ്ങളുടെ മേലൊക്കെ ഉപദ്രവം ചെയ്തു എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, പ്രത്യേകിച്ച് പെൺകുട്ടികളും കൂടിയാ. അങ്ങനെ ഇവരുടെ അച്ഛന്റെ ചേട്ടനും അമ്മയുടെ അനിയനും കൂടി പറഞ്ഞു, അയാളെ നേരെ ഒരാൾ തിരിഞ്ഞ അയാളുടെ കൂടെ ഞാൻ നിൽക്കുള്ളൂ, തിരിഞ്ഞവരെ ഒറ്റയ്ക്ക് നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ചോദിച്ചു എന്താ എന്താ അങ്ങനെ. പറഞ്ഞു അയാൾ കുട്ടീൻ്റെ മേലെ അടിച്ചിട്ടില്ല, ഈ പന്ത് അയാൾ വെച്ചതല്ല, ഇവള് കയറി പിടിച്ചത്, അയാൾ വിടിക്കാൻ നോക്കിയിട്ട് അയാളുടെ കൈ പൊള്ളിയിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ മുന്നിലിട്ട്. അപ്പൊ ഇവനും ഉണ്ട് അവിടെ. ഞങ്ങളുടെ മുന്നിലിട്ട് ഞങ്ങളുടെ കുട്ടീനെ അടിക്കുമ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയാൾ ഒരു അടി പോലും ആ കുട്ടീന്റെ മേലെ തൊട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ പാട് വന്നതെന്നുള്ളത് എനിക്കറിയില്ല. അവൾ ഇത്രയും കളി അവള് കളിച്ചു, ഈ തീ കൊണ്ട് അവള് കളിച്ചു, കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ പിന്നെന്താ തന്നെ. അങ്ങനെയാണ് പിന്നെ അവിടുന്ന് അവരവസാനം വന്ന് എല്ലാവരും ഒരേപോലെ തന്നെ മാപ്പ് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇത് കണ്ടപ്പോ അങ്ങനെ പറ്റിപ്പോയതാണ്. അത് പിറ്റേന്നത്തേക്ക് മാറുകയും ചെയ്തു എന്നുള്ള. അത് ഈ ബാധ കയറിയിട്ടുണ്ടെങ്കിൽ തല്ലണം, അതെന്താ അങ്ങനെ? അത് ഒന്നാമത്തത് ഈ മനുഷ്യന്റെ മനസ്സാണ് ഇതിന്റെ പ്രശ്നം, മനസ്സിലുള്ള തോന്നലുകൾ. ഇപ്പൊ നമ്മളിപ്പോ ചില ബാധയെ ഇറക്കിയാൽ പോലും അവർ വീണ്ടും ആ ഒരു ആക്ഷനിലേക്ക് വരും. കാരണം അത് നമ്മുടെ എന്താ പറയാ മൈൻഡിന്റെ തന്നെ പ്രശ്നം. ബോധ മനസ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ബോധ മനസ്സിൽ ഓക്കെ നമ്മളിപ്പോ ഇത് മാറി, പക്ഷെ ഉപബോധ മനസ്സുകൊണ്ട് മാറിയിട്ടുണ്ടോ എന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പൊ അത് വീണ്ടും റിയാക്ട് ചെയ്യും. അതിനൊരു കഥയുണ്ട്. നമ്മുടെ ഇവിടെ ആലപ്പുഴ എങ്ങാനും നടന്നൊരു കാര്യം. ഒരു കൊച്ചിന് അതേമാതിരി പലരും വന്ന്, കുറെ മുന്നെയാണ് കേട്ടോ, പഴയ കാലത്തെ ഒരു കഥയാണ്. ഒരു കൊച്ചിന് അതേമാതിരി വന്ന് ബാധയെ ഇറക്കാൻ നോക്കിയ സമയത്ത് എങ്ങനെ നോക്കിയിട്ടും ആർക്കും ഇറക്കാൻ പറ്റുന്നില്ല. കാരണം ഇറക്കും, അവര് പോവും, വീണ്ടും ഈ കുട്ടിക്ക്. അങ്ങനെ ഒരു സന്യാസി അതിലെ പോകുമ്പോൾ അതേമാതിരി ആരോ പറഞ്ഞു ഇങ്ങനൊരു കുട്ടീൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ അറിഞ്ഞു. അയാൾ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അയാൾ പോയി. രാത്രിയിൽ ഞാൻ വരാം, നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കാൻ പറഞ്ഞു. അയാൾ കുറച്ച് ലിസ്റ്റും കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചു. ഇയാൾ വൈകുന്നേരം ആകുമ്പോൾ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇയാൾ എല്ലാം ഒരുക്കി കളങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഇയാളൊരു ഇലേൻ്റെ കഷ്ണം അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കർപ്പൂരം വെച്ചു. ഈ കൊച്ചിനെ ബാധ തുള്ളി ഇറങ്ങി വന്നു. ബാധയോട് പറഞ്ഞു, ഞാനിത് അങ്ങനെ നിന്നെ ഇറക്കുകയാണ്, ഇപ്പം ഇവിടുന്ന് നീങ്ങിപ്പൊക്കോളണം. അതൊരു പുഴക്കത്ത് വെച്ച് തന്നെയാണ് കർമ്മം നടക്കുന്നത്. ഈ ബാധയെ ഇറങ്ങിപ്പോക്കോണം എന്ന് പറഞ്ഞു. അപ്പം രണ്ടടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു ഞാൻ പോകണം. അന്നൊന്നും മേലടിക്കുന്നതിന് കേസൊന്നും ഇല്ലായിരുന്നു, അത്രയും കാലപ്പഴക്കണ്ടവർ. അപ്പോൾ ആ ഒരു അവസ്ഥ പറഞ്ഞിട്ട് ഈ കൊച്ചിന്റെ മേലെ തിരി ഒഴിഞ്ഞിട്ട് നേരെ ഈ കർപ്പൂരം കത്തിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ ഈ കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞ സെക്കൻഡ് കൊണ്ട് ഈ കർപ്പൂരം അങ്ങനെ തന്നെ താനേ നീങ്ങിപ്പോയി പുഴയിലേക്ക് ഇറങ്ങിപ്പോയി എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ ആ കൊച്ചിന്റെ ബാധയും മാറി. ഇത് പിന്നീട് ഇതിനെ ആരോ അന്വേഷിച്ചപ്പോഴാണ് സംഭവം എന്താന്നുള്ളത് മനസ്സിലായത്. ഇയാൾ കൊണ്ടുവന്ന് വെച്ച ഇലയുടെ അടിയിൽ ഇയാൾ ആദ്യമേ ഒരു ആമക്കുട്ടിയെ വെച്ചിട്ടുണ്ട്. ഈ ആമക്കുട്ടിയുടെ മേലാണ് ഈ ഇല വെച്ചത്. അപ്പൊ ഈ മൂടി കിടക്കുന്നതിനോട് ആമ അനങ്ങാതെ നിന്നു. പക്ഷെ കർപ്പൂരം കത്തി ചൂട് താഴോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോ ആമ നീറ്റ് പോയി. ഇത് കണ്ടപ്പോ ആ കൊച്ചിനും ബോധിയായി പോയി. മനസ്സിലാ? ഇതേപോലെയുള്ള കാര്യങ്ങളാണ് മാനസികമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ചിലത് അങ്ങനെ ചെയ്യേണ്ടത് തന്നെ വരും, ചിലത് നമുക്ക് കൂളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ മുന്നിൽ വരുന്ന ആളുകളോട് ചിലപ്പോൾ ഞാൻ തിരികെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് തന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നാണ് ഞാൻ ചോദിക്കും. ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോഴും ഇപ്പൊ കാവ്യനോടായാലും ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, കാവ്യക്ക് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി. അപ്പോൾ എത്ര ടെൻഷൻ ആയിട്ടുള്ള ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിലാക്സ് ആയി എന്ന് അവർ പറഞ്ഞ് ഞാൻ അനുഭവമുണ്ട്. പിന്നെ പരീക്ഷിക്കാൻ വിളിക്കുന്നവര്
കാര്യമില്ല. കാര്യമില്ല. അത് അത് പിന്നെ എത്ര ചെയ്താലും എന്ത് അത് ചെയ്താലും അവരായിട്ട് ഉണ്ടാവില്ല. നോക്കിക്കോളാം. അപ്പം എന്താ എത്ര കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ചില തെറ്റുകൾ മതി ആ കിട്ടിയത് മുഴുവൻ ഇല്ലാതെയാവാൻ. ഉം. അപ്പം ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം എന്താ പറയാ, ചില കാര്യങ്ങൾ ഉം. അത് ആ രീതിയിൽ തന്നെ ചെയ്താലേ മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ വരുന്നുണ്ട് സൈക്കാട്രി മെഡിസിൻ കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതും ഈ ഒരു രീതിയിൽ തന്നെ ആവശ്യങ്ങൾ മാറ്റിയെടുത്ത് അവർക്ക് തോന്നണം. അപ്പൊ നമ്മളിപ്പോ ഒരാളോട് ഇപ്പം എന്താ പറയാ അത് മാറി എന്നാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല ചില സമയത്ത്. അപ്പൊ അതിന് കാര്യങ്ങളോട് കൂടി വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറും. ഇപ്പോൾ നമ്മളെ തന്നെ എന്താ പറയാ ചില ആളുകൾ വിളിക്കുന്നത് നമ്മളെ എന്താ പറയാ പച്ചക്കറിക്കടിയിൽ ഉരുളക്കിഴങ്ങ് ഉള്ളി മേടിക്കാൻ പോകുന്ന പോലെയാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും അറിയില്ല. അപ്പം വിളിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയും എന്താ പറയാ ആ ഇതുപോലെ അതെ ആരായിരുന്നു എന്താ പറയുന്നത്. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഇന്ന വിഷയങ്ങളും ഇന്ന പ്രശ്നങ്ങളും ഞാൻ ആകെ പെട്ടിരിക്കുക, എന്നെക്കൊണ്ട് എനിക്കതൊന്ന് മാറ്റിത്തരണം. ഇവൻ ആരാന്ന് എനിക്കറിയില്ല, പേരോ നാളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഇവനെ ഞാൻ യാതൊരു ബന്ധങ്ങളില്ല, ഇവൻ എന്താ പ്രശ്നം എന്ന് ഇവൻ പറഞ്ഞത് മാത്രമേ അറിയുള്ളൂ, ഒന്നും നോക്കിയിട്ടുമില്ല. ഞാൻ പറയാം ആ ശരി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ പറഞ്ഞു. അല്ലാണ്ട് എന്താ പറയാ, ഈ വിളിക്കുന്നവരോട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ വിളിക്കുന്ന ആളുകൾ അവരുടെ പ്രശ്നം പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞേ വിളിക്കാവുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുന്നതിനുള്ള ഉത്തരങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് അവരുടെ ചില പ്രശ്നങ്ങൾ ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളായിരിക്കും. ഈ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം നമുക്ക് ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് എനിക്ക് പനിയാ മേലൊക്കെ വേദന ഉണ്ട് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരുന്നെടുത്ത് തരില്ല. സത്തെടുത്ത് നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഏതൊക്കെ രീതിയിലാന്ന് നോക്കി. ഇത് തന്നെയാണ് ഈ രീതിയിലും ചെയ്യേണ്ടത്. മാന്ത്രികം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് എന്താ പറയാ മരുന്നും മന്ത്രവും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. രണ്ടും വേണം. മന്ത്രം കൊണ്ട് മാത്രം കാര്യമില്ല, മരുന്ന് കൊണ്ട് മാത്രം കാര്യമില്ല. രണ്ടും കൂടി കൂടുമ്പോഴാണ് മാന്ത്രികം എന്നുള്ള ഒരു അവസ്ഥ വരുന്നത്. അതിലൂടെ നമുക്ക് എന്ത് കാര്യങ്ങളും മാറ്റിയെടുക്കാനും പറ്റുള്ളൂ. താങ്ക് യു ചേട്ടാ.